ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു 4 ഏക്കർ ഫാം ഹൗസ് ഉണ്ട്. ഇത് നിങ്ങളെ ഭയങ്കര വൻ ലാഭത്തിലാണ്. കാരണം ഇവർ അയർലൻഡിലോട്ട് താമസം മാറാണ്. അപ്പോൾ അത് കാരണം ഇത് കൊടുത്തിട്ടുണ്ട്. നോക്കാൻ പിന്നെ ആളില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം കൊടുക്കണേ. നല്ല വരുമാനമുള്ള സ്ഥലം, അതായത് ഫാം റിസോർട്ടിനൊക്കെ പറ്റിയ സംഭവം. ഇതുണ്ട്, ഈ റൂട്ടാണ്, ഹൈവേ ആണിത്. ഒരു 45 ബസ് ഓടുന്ന റൂട്ടാണ്. ബാക്കി 3 സൈഡെല്ലാനും പഞ്ചായത്ത് റോഡാണ്. ഇതിനകത്തുള്ള ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ? ഇതിനൊരു ലൈക്ക് അടിക്കണോണ്ട് എല്ലാവരും. കാരണം ഇത് വൻ ലാഭത്തിൽ നിങ്ങൾക്കൊക്കെ നല്ല വരുമാനം കിട്ടുന്ന, ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റിയ സെറ്റപ്പിലുള്ള വിലയുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഇതേ കൂട്ടത്തെ ഈ ഫാം ടൂറിസമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ട്, അതേ കൂട്ട് തന്നെ ഫാം ഹൗസൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ നേരെ വന്നിത് വാങ്ങിച്ചോ. കാരണം അത്ര ലാഭത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി. ഇതുണ്ട്, ഏലം, അതുപോലെ തന്നെ കുരുമുളക്, കാപ്പി, ജാതി. കണ്ടതേ കുരുമുളകൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ കുരുമുളകാണ്. നിങ്ങൾക്ക് വരുമാനമുള്ള, അതായത് വർഷത്തിൽ വാർഷികം ഒരു വരുമാനമൊക്കെ എടുത്ത് തരണമെങ്കിൽ, ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തരണമെങ്കിൽ ഇതിനകത്തൊക്കെ ഒന്ന് നോക്കി നടന്നാൽ മതി. കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി വേറെ പണിക്കുമ്പോൾ ഉണ്ടാ അത്രയും വരുമാനം ഉണ്ടാവും. കാരണം ഫാം ടൂറിസത്തിനൊക്കെ പറ്റും. കാരണം ഇതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ കുളമുണ്ട്. അത് വെള്ളം വറ്റാത്ത നാച്ചുറലായിട്ടൊരു കുളമുണ്ട്. 365 ദിവസവും വെള്ളം ഒഴുകണ ഒരു തോട് ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നുണ്ട്. അതിൻ്റെ ഗുണമെന്നൊക്കെ പറഞ്ഞു തരുന്നെങ്കിൽ ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഒരു മീൻ കുളവും മീനൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു സൈഡ് ഒരു കൈവഴി കൊടുത്ത് നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് മീൻ ഒരു കുളം സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് വെള്ളം പുറത്തോട്ട് വീണ്ടും ഈ തോട്ടോട്ട് തന്നെ വന്ന രീതിക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്കിതിന് ഓക്സിജനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ആ വെള്ളം ഒഴുകി വരുമ്പോഴത്തെ വന്ന് ഇതിൻ്റെ അകത്ത് ഇറങ്ങി ഇതിൻ്റെ അകത്ത് കടന്ന് അപ്പുറത്തേക്ക് കൂടി അങ്ങോട്ട് പോയിക്കോളും. മനസ്സിലായി? വെള്ളം മീൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുകയും ചെയ്യും. നെറ്റ് ഇട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം പുറത്തോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ അതൊക്കെ എത്ര കുളം സെറ്റ് ചെയ്യാന്നറിയാം. അത്രയും മീനും വളർത്താം. പല പല ടൈപ്പ് എങ്ങനത്തെ മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് വളർത്താം. പിന്നെ ടൂറിസം, ഫാം ടൂറിസം പറ്റിയ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട ജാതിയൊക്കെ വെക്കണണ്ട. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഹട്ടൊക്കെ അടിച്ച് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, അതായത് വൈകിട്ട് സ്റ്റേ ചെയ്യാനുള്ള. ഇതിൻ്റെ ഇവിടെ ഇതിൻ്റെ അകത്തൊരു കയറിക്കുകയാണെങ്കിൽ കിളികളുടെയും ഇതിൻ്റെയൊക്കെ എന്താ ശബ്ദം എന്നറിയാമോ? അത് കേൾക്കുമ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കണ കാരണമാണ് ആ സൗണ്ടൊക്കെ എടുത്ത് കളഞ്ഞത്. അല്ലെങ്കിൽ ആ സൗണ്ടൊക്കെ കേട്ട് ഇവിടെ ഇരിക്കാനുള്ള വേറൊരു വൈബാണ് ഇവിടെ. ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ള ഈ ഒരു ഫ്ലോട്ടിൻ്റെ അകത്ത്. കാരണം അതേ ഏലമൊക്കെ കണ്ട, അതും നിരപ്പായ സ്ഥലം കണ്ട, നല്ല നിരപ്പായിട്ട് കിടക്കണം. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു ഫാം ഹൗസും ഉണ്ട്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അയർലൻഡിലോട്ട് താമസം മാറാണ്. അത് കാരണം മാത്രമാണ് ഇത് കൊടുക്കണം. ഇതേ കുളം കണ്ട, ഇത് നാച്ചുറലായിട്ടുള്ള കുളമാണ്. ഇതിലേക്ക് 365 ദിവസം വെള്ളം. ഇതൊക്കെ ഒന്ന് ഇത്തിരി കൊണ്ട് വലുതാക്കി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ലെവലാണ്. ഇതൊക്കെ ഒന്ന് വലുതാക്കി ഇതിനകത്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നറിയാം. ഇപ്പം ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കണേണ്. അത് കണ്ട ഏലമൊക്കെ ഇഷ്ടം പോലെയാണ്. ഏലം കൊണ്ട് ജാതി, കാപ്പി, കുരുമുളക്. നമ്മളിതൊക്കെ ഒന്ന് നോക്കി ഒന്ന് സെറ്റായിട്ട് നടന്നാൽ മാത്രം മതി ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ്, ഇത് രാവിലെ തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ കോട ഉണ്ടായിരുന്നു. കാരണം നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ് ഇവിടെ. കാരണം എന്ത് ഭംഗിയാണെന്ന് അറിയുമോ ഇത് ഈ ലൊക്കേഷൻ തന്നെ. ഇവിടെ വന്ന് നിന്നിരുന്നെങ്കിൽ കിളികളിൽ ഒച്ചയും അതും ഇതും. കാരണം ഇതേ ഇവിടുത്തെ കാരണം നമുക്ക് നല്ലൊരു ക്ലൈമറ്റ്. പിന്നെ നമുക്കുള്ള ട്രാവലിങ്, കാരണം ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ 45ഓളം ബസ്സാണ് ഓടണം. കാരണം മെയിൻ റൂട്ടാണത്. അത് അടിമാലി കുമളി റൂട്ടാണ് വന്നത്. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിമാലിയിൽ നിന്ന് 12 കിലോമീറ്ററേ ഉള്ളൂ ഈ ഒരു സ്പോട്ടിലോട്ട്. അതുപോലെ തന്നെ കുമളിക്കാണെങ്കിൽ 60 കിലോമീറ്റർ, തേക്കടിക്ക് 59 കിലോമീറ്റർ, മൂന്നാറേക്കാണെങ്കിൽ വെറും 27 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ ഇതിൻ്റെ ലൊക്കേഷൻ മനസ്സിലായില്ലേ? അത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പോട്ട്. അതും ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഹട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ടൂറിസം. കാരണം ഇപ്പോൾ ഹോം സ്റ്റേ പോലെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യണം കാര്യം. അപ്പോൾ ആൾക്കാർ വെറുതെ ഇടിച്ചൂത്തി വരും. കാരണം അത്തേക്കൂട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം വഴിയും അതുകൊണ്ട് പാർക്കിങ് കാര്യങ്ങളും ഒന്നിനും ഒരു പഞ്ഞുമില്ല. മനസ്സിലായി? ഓടിയെത്താൻ പറ്റിയത്. പിന്നെ ഇതേ കൂട്ടത്തൊരു ലൊക്കേഷൻ
മനസ്സിലായി. ഇതിൻ്റെ അകത്തെ കുറേ കണ്ടേ റോഡൊക്കെ കണ്ടില്ലേ, നാച്ചുറൽ. നമ്മളിപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങണതേ ഇപ്പോൾ മുകളിൽ കൂടി വണ്ടി പോകണ കാണാം, വേണ്ട ബൈക്ക് പോകണണ്ട. അവിടെ നേരെ താഴത്തോട്ട് ഇറങ്ങി നേരെ ചെല്ലണത് ഈ വീട്ടിലൊഴി ഫാം ഹൗസിലോട്ടാണ്. അത് നാച്ചുറലായിട്ട് കിടക്കുന്ന വഴികൾ, മണ്ണിട്ട വഴി, അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് തന്നെ വിദേശികൾക്കൊക്കെ വേറൊരു വൈബായിരിക്കുള്ളൂ. മനസ്സിലായി. ഇതിൻ്റെ അകത്ത് തന്നെ അങ്ങാടും ഇങ്ങോട്ടും പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ മറ്റേ നാച്ചുറൽ സ്റ്റോണൊക്കെ ഇട്ട് റെഡിയാക്കി അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ വരുമാനം എന്നറിയാമോ. അതായത് ഒരു ഇത് മേടിച്ച പതുക്കെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാണ്ട് നിങ്ങൾക്ക് പരസ്യം പോലും വെക്കേണ്ടി വരില്ല. കാരണം മെയിൻ റോഡാണ് നിങ്ങളുടെ പ്രോപ്പർട്ടി കൂടി പോണത്. മനസ്സിലായി. അവിടെ തന്നെ 4 ബോർഡ് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ താനേ വരും. അവിടെ ഒരു നല്ലൊരു കവാടവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരസ്യവും കൊടുക്കണ്ട. നമ്മളത് അന്വേഷിച്ച ആൾക്കാർ ഇങ്ങോട്ട് വന്നോളൂ. കാരണം ഇതൊക്കെ കാരണം ഈ നാച്ചുറലായിട്ട് വെള്ളം ഒഴുകണം. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അത് ചെയ്യാൻ പറ്റും. ഒരു തോട് അതിൻ്റെ ഉള്ളിൽ കൂടി പോകണേ. കാരണം ഇതേ കൂട്ടൊക്കെ ഒന്നും നമുക്ക് ഒത്തു കിട്ടൂല. മനസ്സിലായ. കാരണം നമ്മളിപ്പോൾ ഒരു ഒഴുകുക അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു തോട് പോണ്, അതിൻ്റെ ഉള്ളിൽ കുളം. പിന്നെ ഈ തോടുള്ള കാരണം നമുക്ക് എത്ര ഈ 360 ദിവസം വെള്ളം ഒഴുകുന്ന തോടാണ്ട. അപ്പോൾ അത് കാരണം നമുക്ക് എത്ര കുളം വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ വളർത്താനൊക്കെ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അലങ്കാര മത്സ്യങ്ങൾ അല്ലെങ്കിൽ വളർത്ത് മത്സ്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്കൊരു കൗതുക കാഴ്ചയുമാവും. ഇപ്പോൾ മീന് തീറ്റ കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു ഹോബിയാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സൗകര്യമൊക്കെ ചെയ്ത് കൊടുത്ത് മീന് തീറ്റ കൊടുക്കണമെങ്കിൽ ആ തീറ്റയുടെ കാശ് വരെ മേടിക്കാൻ പറ്റും. അപ്പോൾ മീന് തീറ്റയുമായി തീറ്റയ്ക്ക് നമുക്ക് കാശ് ചിലവില്ല. മീൻ താനെ കിടന്ന് വളരുകയും ചെയ്യും. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ് നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു സ്പോട്ടാണിത്. ഇതേ കൂട്ടൊക്കെ ഒത്തുമല്ല. ഇവരാണെങ്കിൽ ഈ സ്ഥലത്തിന് ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏക്കറിന് 90 രൂപയാണ് ചോദിക്കണം. 90 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 85 ആയാലും ചിലപ്പോൾ അതിലും താത്തിയും കിട്ടും. കാരണം അവർക്ക് അങ്ങനെ പിടിവാശിയുള്ള ടീമൊന്നുമല്ല ഇത്ര തന്നെ കിട്ടണമെന്നുള്ളത്. അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ അയർലൻഡിലോട്ട് പോകണ കാരണം ഇത് നോക്കാനൊന്നും ഒരു ഇതില്ലാത്ത കാരണം അവരിത് കൊടുക്കണം. അപ്പോൾ നല്ല ടീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക. വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നേരിട്ട് സംസാരിച്ച് സെറ്റ് ആവുന്ന കേസേ ഉള്ളൂ. കാരണം അത് നല്ലൊരു പാർട്ടിയുമാണ് അവർ. അപ്പം ഇതേ കൊടുത്ത ഒരു ലൊക്കേഷനിലൊരു ഇതേ കൊടുത്ത പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. പാർട്ടിയായിട്ട് നേരിട്ട് സംസാരിക്കുക. നിങ്ങൾ പോയി അതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണേണ്ട. എല്ലായിടത്തും റോഡും കാര്യങ്ങളുമാണ്. ഞാൻ പറഞ്ഞേ അത് മെയിൻ റോഡ്, ബാക്കി സൈഡ് കംപ്ലീറ്റ് പഞ്ചായത്ത് റോഡ്. എങ്ങാട് വേണമെങ്കിലും പോകാൻ വേണ്ടി നമുക്ക് റോഡ് സൗകര്യം ഉണ്ടെന്നുള്ളതാണ്. ഇതല്ല ടാർ റോഡാണ് ഈ കാണുന്നത്. എല്ലാത്തിലും കുരുമുളകും കാര്യങ്ങളൊക്കെ പടർന്ന് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്കപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. നല്ലോണം ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണിത്. ഈ ഒരു 4 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പല ലക്ഷറി ആയിട്ട് ജീവിച്ചു പോവാം. നമ്മൾ ആദ്യത്തെ നമുക്ക് കുറച്ച് കാശ് മുടക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് വരുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആദായം ഇങ്ങാട് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലേ. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിക്കൊണ്ട് ഇതിൻ്റെയൊക്കെ കുറച്ചകത്തോട്ട് കയറണം. വേണ്ട, ഇത് മെയിൻ ഹൈവേ ആണ് ഈ കാണുന്നത്. ഈ ഹൈവേ എന്നുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് എത്ര എൻട്രൻസ് വേണമെങ്കിലും കൊടുക്കാം. മനസ്സിലായി. ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അതാണ് ഞാൻ പറയാം, ഇതിന് ഈ ഒരു സ്പോട്ടിൽ നമ്മൾ ടൂറിസവും പരിപാടിയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പരസ്യം പോലും കൊടുക്കണ്ടെന്ന്. കാരണം ഇത് കാണുമ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറും. അത്രയും സെറ്റപ്പാണ് ഇതിനകത്തുള്ളത്. കണ്ടത് ഏലക്കായൊക്കെ ഉണ്ട കട നിറച്ചുണ്ടായി കിടക്കണത്. അപ്പോൾ എല്ലാ ഫെസിലിറ്റി ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. എന്താ ഇഷ്ടംപോലെ മരങ്ങൾ. എത്ര വേനലെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ചൂടും ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് അതാണ്. ഞാൻ പറഞ്ഞില്ല മൂന്നാറൊക്കെ 27 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്താവും നിങ്ങൾ ചിന്തിച്ച് ചോദിക്കും. അതായത് നമ്മുടെ വീട്ടിലോട്ട് ഇറങ്ങണ വഴിയാണ് ഈ കാണുന്നത്. ഈ വഴി നേരെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാണ്. അവിടെ നിന്ന് കയറി വരുന്ന അങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. കാരണം നമുക്ക് പുറത്തോട്ട് ഒരു കാര്യത്തിന് പോകണ്ട. കാരണം അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. കണ്ട എന്താ ഒരു ലുക്ക് നോക്കി. ഇതിനകത്ത് കാണിക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് അങ്ങനെ എല്ലാവരും ഒക്കെ കാണിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തീരൂല. നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് ഇത് കാണാം. കാരണം ഇത് കണ്ട് അനുഭവിക്കാനുള്ള ഉണ്ട്.
കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണാനുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരെ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക, നേരെ വരാ, കാണാം, വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്കുക, സെറ്റാക്കുക, വാങ്ങുക, അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അതാണ് തെങ്ങൊക്കെ നിൽക്കണ്ട, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതാണ് നമ്മുടെ വീട്, കണ്ട, ഇതാണ് ഈ വീടിൻ്റെ പരിസരമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീടാണിത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.